ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക കൊണ്ട് ഒരു എരിശ്ശേരി വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ വെളുത്ത കടല, പിന്നെ ചക്ക, അതുപോലെ ചക്കേൻ്റെ കുറച്ച് കുരുവും കൂടി എടുക്കുക. അപ്പോൾ തലേ ദിവസം കഴുകി കുതിർത്ത് വെച്ച വെളുത്ത കടലക്ക നമ്മൾ കഴുകി കുക്കറിൽ എടുത്തു. അതിനുശേഷം ചെറുതായി അരിഞ്ഞ ചക്കച്ചുളയും കുറച്ച് ഒരു 5-6 ചക്കക്കുരുവും കൂടി കുക്കറിലേക്ക് ഇടുക. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതിലേക്ക് 1 കപ്പ് വെള്ളം, ഒരു 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കത് അടുപ്പത്ത് വെക്കാം. ആദ്യത്തെ ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ മീഡിയം സിമ്മിൽ വെച്ച് പിന്നെ ഒരു 4 വിസിലും കൂടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കുക. അപ്പോൾ നമ്മൾ ഈ കടലയ്ക്കും ഇതും വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള കുറച്ച് തേങ്ങ അരച്ച് തയ്യാറാക്കി വെക്കാം. അപ്പോൾ കുറച്ച് തേങ്ങയും ജീരകവും ചേർത്ത് അധികം മുതിയാതെ കുറച്ച് തരിതരിപ്പായി അരച്ചെടുക്കുക. മിക്സിയിലെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഇത് തണുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടപ്പ് തുറന്ന് നോക്കാം. ഏകദേശം വെന്ത് നല്ല ഇതായിട്ടുണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിള വരാൻ വേണ്ടി നന്നായിട്ട് പതച്ച് തിളച്ചതിന് ശേഷം ഉപ്പ് എല്ലാം നോക്കിയതിന് ശേഷം നമ്മളിത് ഓഫാക്കുക. അപ്പോൾ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വറവിന് ആവശ്യമുള്ളത്, നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് അതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് ബ്രൗൺ കളറാകുന്നവരെ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുക. ബ്രൗൺ കളറാകാൻ പോകുന്നുണ്ട്. കുറച്ച് സമയം വേണം, തേങ്ങ മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം. അപ്പോൾ ഏകദേശം തേങ്ങേൻ്റെ മൂത്ത് ആയിട്ടുണ്ട്. അപ്പത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ
ചക്ക എരിശ്ശേരി വെച്ചതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. നല്ല ബ്രൗൺ കളറായി നോക്കി ഒന്ന് വറവ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചോറിന് കഴിക്കാനും അതുപോലെ ചപ്പാത്തി, ദോശ ഇതിനെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.